ഇത് കണ്ടോ, ഇതാ ഇത് ഈ ഇലയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം ഇത് കഴിച്ചാൽ മതി. എന്നിട്ട് ചട്നി വേണമെങ്കിൽ കട്ട ചട്നി ഉണ്ടാക്കി കൊണ്ടുപോകാം. ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി നമുക്ക് ടൂർ അടിപൊളിയാക്കാം. ഹോട്ടലിൻ്റെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. എനിക്കിഷ്ടമാണ്. എനിക്ക് ടൂറ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ളതൊന്നും കഴിക്കുന്നില്ല. എനിക്ക് മസാല ദോശ, പൂരി മസാല, ഇത് രണ്ടും മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതാണ് ഞാൻ കഴിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ അഴിക്കുക, എന്നിട്ട് ഇത് കട്ട് ചെയ്ത സംഭവമാണ് ഇത് ഉണ്ടോ ഇങ്ങനെ. എന്നിട്ട് നമ്മളിതിൽ കഴിക്കാൻ പോണത് ചേട്ടാ അത് വേറെ ഉണ്ട്. അതിൻ്റെ പകുതി എടുത്തോളൂ കേട്ടോ, വലുതാണ്. ആവശ്യമുള്ള അത്ര എടുക്കുക. എന്നിട്ട് ഇതാ ചട്നി ഇട്ട് നല്ല അടിപൊളി. എൻ്റെ എടുത്തില്ല, ഞാൻ കപ്പെടുത്തില്ല. ഇതിങ്ങനെ ചട്നിയാണ് കൂട്ടി കഴിക്കാൻ പോണത് നമ്മൾ കേട്ടോ. ഞാൻ ഇലയിൽ തന്നെ കഴിക്കട്ടെ ഇങ്ങനെ. അപ്പോൾ ഇലയിൽ തന്നെ ഇരിക്കുകയാണെങ്കിലാണ് 4-5 ദിവസം, കെട്ടഴിക്കാതെ അങ്ങനെ തന്നെ വെച്ചാൽ 4-5 ദിവസം ഇരിക്കും. എന്നിട്ട് നമുക്ക് പോകാൻ നേരത്തെ അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഇതിനൊരു പേരുണ്ട്, പിടിച്ചു കെട്ടിയെന്നോ അങ്ങനെ എന്തോന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഡ്ഡലി മാവ് തന്നെ ഇഡ്ഡലിയുടെ സാധനം. പക്ഷേ അതിന് നമ്മൾ പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഇലയുടെ ഫ്ലേവർ, ഇല എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ള എല്ലാ സംഭവങ്ങളും ഈ ഇലയിൽ നിന്ന് കിട്ടും, ഇല ചൂടാവുമ്പോൾ. അപ്പോൾ ഈ ഇലയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കഴിക്കും പറ്റും. അപ്പോൾ നിങ്ങൾ ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.